To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ യൂണിറ്റ് തുടങ്ങുകയാണ് ഇക്കോളജി. ഇക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഇന്റർറിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദെയർ ഫിസിക്കൽ എൻവയൺമെൻറ്റ്. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങളും പരസ്പരം മറ്റ് ജീവജാലങ്ങളും ജീവനുള്ള വസ്തുക്കളുമായിട്ടും അവരുടെ ഫിസിക്കൽ എൻവയൺമെൻറ്റ് ജീവനില്ലാത്ത അവരുടെ സാഹചര്യങ്ങളുമായിട്ടും എപ്പോഴും ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്നതാണ് ഇക്കോളജി. അപ്പോൾ ഇക്കോളജി എന്ന ടേം ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയത് ഏണസ്റ്റ് ഹെക്കൽ എന്നൊരു ജർമ്മൻ ബയോളജിസ്റ്റാണ്. ഇക്കോളജി ഒരു വലിയ ശാസ്ത്രശാഖയാണ്. ഈ യൂണിറ്റിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്. ഇന്ന് ആദ്യത്തെ ചാപ്റ്ററായ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് ആണ് നമ്മളിവിടെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇക്കോളജി പഠിക്കുമ്പോൾ അത് പല ലെവലിൽ പഠിക്കാം. അതായത് ഓർഗാനിസം ലെവൽ, അതായത് ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തെ മാത്രം പഠിക്കാം. ഇപ്പോൾ എ എന്നൊരു ഓർഗാനിസം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ഞാൻ പഠിക്കുകയാണ്. അതിൻ്റെ ഹാബിറ്റാറ്റ് എന്താണ്, അതിൻ്റെ ഭക്ഷണ രീതി എന്താണ്, അതെവിടെയാണ് ജീവിക്കുന്നത്, അതൊക്കെ ഞാൻ പറയുമ്പോൾ അതൊരു ഓർഗാനിസം ലെവലായി. പോപ്പുലേഷൻ ലെവൽ മീൻസ് വാട്ട്? പോപ്പുലേഷനായിട്ട് പഠിക്കുമ്പോൾ, അതായത് എയുടെ ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി വരുമ്പോഴോ എ ഒരു കൂട്ടം കാണും, അതുപോലെ മറ്റൊരു സ്പീഷീസ് ബി കാണും, വേറൊരു സ്പീഷീസ് സി കാണും, ഇവരുടെ എല്ലാം ഒരു കൂട്ടമാണ് കമ്മ്യൂണിറ്റി. പിന്നെ വരുന്നത് ബയോമാണ്. ബയോം ലെവൽ എന്ന് പറഞ്ഞാൽ വലിയ ലാർജ് ഏരിയയാണ് നമ്മൾ ബയോം എന്ന് പറയുന്നത്. അത് ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ തുൻഡ്ര, ഇതൊക്കെയാണ് ഈ ബയോംസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് 2 ശാഖയായിട്ട് തരംതിരിക്കുക ഇക്കോളജി: ഓർട്ടിക്കോളജി ആൻഡ് സിനിക്കോളജി. നമ്മളപ്പോൾ ഒരു പോപ്പുലേഷനെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു സ്പീഷീസിൻ്റെ അവരുടെ ഇൻറ്ററാക്ഷനും ജീവിതത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ഓർട്ടിക്കോളജി. പക്ഷേ നമ്മളൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതാണ് സിനിക്കോളജി. ഇനി ഈ ഇക്കോളജി ചാപ്റ്റേഴ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഹാബിറ്റാറ്റ് എന്താണെന്നുള്ളത്. ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം താമസിക്കുന്ന ഫിസിക്കൽ ഒരു ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അത് ടെറസ്ട്രിയൽ ആവാം, അക്വാട്ടിക് ആവാം, അർബോറിയൽ അതായത് മരത്തിലാകാം, അങ്ങനെ പല ഹാബിറ്റാറ്റും ഉണ്ട്. അതിൽ തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഷിൻ്റെ ഹാബിറ്റാറ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഷാർക്ക് എവിടെയാണ് കാണുന്നത്? ഇന്ത്യൻ ഓഷ്യനിലല്ലേ കാണുന്നത്. അതേപോലെ ബംഗാൾ ടൈഗർ കാണുന്ന ബംഗാളിലെ ഫോറസ്റ്റിലാണ്. അല്ലെങ്കിൽ നീൽഗിരി താർ നമുക്ക് നീൽഗിരി ഹിൽസിൽ മാത്രമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ആ ഒരു ഏരിയ ആണ്. ഇനി കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അതിനെ നമ്മൾ മൈക്രോ ഹാബിറ്റാറ്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ മുയലൊക്കെ ബറോയിലാണ് ഒളിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ സ്നേക്ക് ഒരു പൊത്തിലാണ് ഒളിക്കുന്നത്, അല്ലെങ്കിൽ മങ്കീസ് ഒരു മരത്തിൻ്റെ കാനപ്പി അതായത് അതിൻ്റെ ചില്ലകളിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് നാരോ ആയിട്ട് പറയുമ്പോൾ നമ്മളതിനെ മൈക്രോ ഹാബിറ്റാറ്റ് എന്ന് പറയും. ഇനി നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, നിഷ്. ഈ നിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ ഈ ജീവജാലത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്തോടൊപ്പം അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു ഐഡിയ കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നിഷ് എന്ന് പറയുന്നത്. അതായത് ഈ ഓർഗാനിസത്തിൻ്റെ ഇപ്പം ലിവിങ് അല്ലെങ്കിൽ അക്വാട്ടിക് ആണ് എന്ന് പറയുന്നത് അവിടെ പറഞ്ഞ് നിർത്താതെ ആ ഓർഗാനിസം എന്താണ് അവിടെ ചെയ്യുന്നത്, അതെന്ത് കഴിക്കുന്നു, അതിനെ ആര് കഴിക്കുന്നു, അത് എങ്ങനെയാണ് ഫുഡ് നേടുന്നത്, അതിൻ്റെ ഷെൽട്ടർ എങ്ങനെയാണ്, അതിൻ്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, അങ്ങനെ കുറേ ആസ്പെക്ട്സ് അതിനെക്കുറിച്ച് കളക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ നിഷ് എന്ന് പറയും. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഓഡം എന്നൊരു പ്രമുഖനായിട്ടുള്ള ഒരു ഈക്കോളജിസ്റ്റ് നമുക്കൊരു ഡെഫിനിഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ ഒരാളുടെ അഡ്രസ്സാണ്. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ താമസിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരം എന്ന ജില്ലയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പിൻകോഡിൽ ഈ വീട്ടിലാണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് മാത്രമേ ആവുന്നുള്ളൂ. എൻ്റെ പ്രൊഫഷനും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഞാൻ എവിടെ വർക്ക് ചെയ്യുന്നു, ഞാൻ ഏതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നു, എന്താണ് എൻ്റെ സബ്ജക്റ്റ്, എന്താണ് എൻ്റെ മേഖലകൾ, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന മേഖലകൾ, അതിൻ്റെ കോൺട്രിബ്യൂഷൻസ്, ഇതെല്ലാം പറയുമ്പോഴേക്കും അത് എന്തായിട്ട് മാറും? അത് ഒരു നിഷ് സ്പെഷ്യലൈസേഷനായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പോൾ ഈ ലെസൺ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും ആദ്യം ഈ ലെസൺ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി ലഭിക്കുകയും പഠിക്കാൻ അത് എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ 2 ഭാഗങ്ങളാണുള്ളത്. നമ്മളിതിൽ മെയിനായിട്ട് പല ഓർഗനൈസേഷൻ ലെവൽസ് ഉണ്ടെങ്കിലും ഓർഗാനിസം ലെവലും പോപ്പുലേഷൻ ലെവലും മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഓർഗാനിസം ലെവലാണ്. ഓർഗാനിസം ലെവലിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? എബയോട്ടിക് ഫാക്ടേഴ്സ്, അതായത് ഈ ഓർഗാനിസം ഇൻറ്ററാക്ട് ചെയ്യുന്ന ഏതൊക്കെ എബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് 4 തരമാണുള്ളത്: ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ് ആൻഡ് സോയിൽ. ഇത് 4ഉം അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്നത് റെസ്പോൺസ് ആണ്. അതായത് ഈ എബയോട്ടിക് ഫാക്ടേഴ്സിൽ വരുന്ന മാറ്റങ്ങളിലൊക്കെ ഈ ഓർഗാനിസംസ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അത് 4 തരത്തിലാവാം: റെഗുലേറ്റ്, കൺഫേം, മൈഗ്രേറ്റ് ആൻഡ് സസ്പെക്ട്.
അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നത് അഡാപ്റ്റേഷൻസ് ഓഫ് ഓർഗാനിസംസ്. അതായത് ഈ ഓരോ സിറ്റുവേഷനിലും ഈ റെസ്പോൺസ് ഒക്കെ കാണിക്കാൻ വേണ്ടി അവർക്ക് കുറച്ച് അഡാപ്റ്റേഷൻസ് വേണ്ടേ ഓരോ ഹാബിറ്റാറ്റിലും ജീവിക്കാം. സോ അങ്ങനെയുള്ള കുറച്ച് അഡാപ്റ്റേഷൻസ് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഓർഗാനിസം ലെവൽ ഓഫ് ഇക്കോളജി ഇവിടെ പൂർണ്ണമാണ്. ഈ ഹാബിറ്റാറ്റിലെ ലൈറ്റ് ഇൻറ്റൻസിറ്റി, ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അവിടുത്തെ മഴയെന്ന് പറയാൻ പറ്റില്ല, പ്രസിപ്പിറ്റേഷനാണ് നമ്മളിവിടെ പറയുന്നത്. ലിക്വിഡ് ഫോമിൽ കിട്ടുന്നത് മാത്രമേ നമ്മൾ അതിനെ മഴ എന്ന് പറയുള്ളൂ. ചിലപ്പോൾ അത് സ്നോഫോൾ ആകാം, ഹീൽ സ്റ്റോൺസ് ആകാം. അതായത് ടെമ്പറേറ്റ് റീജിയൻ, പോളാർ റീജിയനിലൊക്കെ ലിക്വിഡായിട്ട് കിട്ടുന്നില്ല, പക്ഷേ സ്റ്റിൽ വാട്ടറിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് അല്ലേ. ഇതിനെയൊക്കെ അനുസരിച്ചാണ് ഒരു ഹാബിറ്റാറ്റിലെ സ്പീഷീസും നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇതിനൊക്കെ വരുന്ന മാറ്റം, അല്ലെങ്കിൽ ടെമ്പറേച്ചറിലുള്ള മാറ്റം എന്താണ്? ഇപ്പം നമുക്ക് ഇക്വേറ്ററിലുള്ളവർക്ക് കിട്ടുന്ന ടെമ്പറേച്ചറും സബ് ട്രോപ്പിക്കലിലുള്ളവർക്കും അല്ലെങ്കിൽ പോളാർ റീജിയനിലുള്ളതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഭൂമിയുടെ അച്ചുതണ്ട് കുറച്ച് ടിൽറ്റായിട്ടിരിക്കുന്നത് നമുക്കറിയാം, അതൊരു കാരണം. മറ്റൊന്ന്, ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ വലം വയ്ക്കുന്നത് കൊണ്ടാണ് ഈ സീസൺസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സീസണൽ വേരിയേഷനും പ്രസിപ്പിറ്റേഷനും അനുസരിച്ച് നമുക്ക് പലതരം ബയോംസ് ഉണ്ട്. ബയോം ഞാൻ പറഞ്ഞതുപോലെ ഒരു ലാർജ് ഏരിയയാണ്. അപ്പോൾ ഏതൊക്കെ മെയിൻ ബയോംസ് ആണുള്ളത് എന്നത് ഒരു ഗ്രാഫ് രൂപത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഇതിവിടെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളിത് പഠിക്കുമ്പോൾ താഴെ എക്സ് ആക്സിസിൽ തന്നിരിക്കുന്നത് ഈ ആനുവൽ പ്രസിപ്പിറ്റേഷൻ, അതായത് നമ്മുടെ ആനുവലി ലഭിക്കുന്ന മഴയുടെ അളവ്. നിങ്ങൾക്കറിയാം, മഴ നമ്മൾ സെൻറ്റിമീറ്ററിലാണ് അളക്കുന്നത്, റെയിൻ ഗേജ് വെച്ച് അളക്കുമ്പോൾ അത് സെൻറ്റിമീറ്ററിലാണ്. അതേസമയം വൈ ആക്സിസിൽ മീൻ ആനുവൽ ടെമ്പറേച്ചറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇപ്പോൾ അതെ ഇവിടെ ഡെസേർട്ടിനൊക്കെ തന്നിരിക്കുന്നത് 25 to 30 ആണ്. നമുക്കറിയാം ഒരിക്കലും ഡെസേർട്ടിൽ 25 എന്ത് സുഖം അല്ലേ. നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് 35 ഒക്കെ. അപ്പോൾ ഡെസേർട്ടിൽ അങ്ങനെ 25 ആവും. പക്ഷേ ഇത് ആനുവൽ മീൻ ടെമ്പറേച്ചറാണ്. അതായത് വിൻ്ററും സമ്മറും എല്ലാം കൂടി കണക്കാക്കി ആനുവലി എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുത്ത വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ബയോമും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ആദ്യം നിങ്ങൾ ഡെസേർട്ട് നോക്കൂ. മഴ ഏറ്റവും കുറവാണ്, അറ്റ് ദ സെയിം ടൈം ടെമ്പറേച്ചർ ഏറ്റവും ഹൈ ആണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നുണ്ട് ആർട്ടിക് ആൻഡ് ആൽപൈൻ തുന്ദ്ര. തുന്ദ്രയിലും നോക്കി മഴ കുറവാണ്, പക്ഷേ ടെമ്പറേച്ചർ അത്രയും കുറവാണ്. അതിനോട് തൊട്ട് ചേർന്നാണ് ഗ്രാസ് ലാൻഡ്. ഗ്രാസ് ലാൻഡ് വരുമ്പോൾ നോക്കി ടെമ്പറേച്ചർ സെയിം ആണ്, പക്ഷേ എന്താ വ്യത്യാസം? മഴ കുറച്ചും കൂടി കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നതോ അതിൻ്റെ താഴെ ടെമ്പറേറ്റ് ഫോറസ്റ്റും താഴെ കോണിഫറസ് ഫോറസ്റ്റും. ടെമ്പറേറ്റ് ഫോറസ്റ്റ് വരുമ്പോൾ കുറച്ചും കൂടി ടെമ്പറേച്ചർ കുറയുന്നു, മഴ കുറച്ചും കൂടി കൂടുന്നു. കോണിഫറസിൽ വരുമ്പോഴോ മോറോലെസ് ആ ഫോറസ്റ്റിലെ മഴയുടെ അളവ് സെയിം ആണെങ്കിലും ടെമ്പറേച്ചർ വളരെ കുറവാണ്, കൂടുതലും മഞ്ഞ് മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ. പിന്നെ നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. നമുക്കറിയാം, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ എപ്പോഴും മഴയാണ്, എന്നും മഴയാണ്. എപ്പോഴുമല്ല, എന്നും മഴയാണ്. മിക്കവാറും ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് മഴ തുടങ്ങും. കാരണം രാവിലെ തൊട്ട് ഈ നീരാവിയായി പോകുന്ന വെള്ളം അത് ഘനീഭവിച്ച് അത് ഉച്ചയ്ക്ക് ശേഷം അതിന് താങ്ങാൻ പറ്റില്ല, അത്ര സാച്ചുറേറ്റഡ് ആയിട്ട് അതിന് ഡൗൺ പോർ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഹെവി റെയിൻഫോൾ ആണ് ആനുവലി നമ്മൾ അളക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ വിചാരിക്കും മഴയിലെ തണുപ്പായിരിക്കുന്ന, അല്ല, ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ ആണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പടം വെച്ചിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും മഴയും കുറവ്, ടെമ്പറേച്ചറും കൂടുതൽ ഡെസേർട്ട്, അതിൻ്റെ താഴെ തുന്ദ്ര, അത് കഴിഞ്ഞിട്ട് ഗ്രാസ് ലാൻഡ്, പിന്നെ ടെമ്പറേറ്റ് ഫോറസ്റ്റ്, അതിൻ്റെ താഴെ കോണിഫറസ് ഫോറസ്റ്റ്, പിന്നെ നമ്മുടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ പലതരം ബയോംസ് നമുക്ക് ഈ ലോകത്ത് കാണാം. ഈ ബയോംസിലുള്ള ജീവജാലങ്ങളെല്ലാം അതിൻ്റെ ആ ഒരു എങ്ങനെയാണോ അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ റെയിൻഫോൾ, അതനുസരിച്ചാണ് ആ സ്പീഷീസും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കിനി അബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെമ്പറേച്ചർ തന്നെയാണ്. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം? നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റീസ് ഒക്കെ നിയന്ത്രിക്കുന്നത് എൻസൈംസ് അഥവാ രാസാഗ്നികളാണ്. അപ്പോൾ അവയ്ക്ക് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഓപ്റ്റിമം ടെമ്പറേച്ചർ അത്യാവശ്യമാണ്. അപ്പോൾ ടെമ്പറേച്ചർ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. നമുക്കറിയാം, ടെമ്പറേച്ചർ ഹൈയിലോട്ട് പോകുന്തോറും, അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡ്, സീ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അതിനെ പറയുന്ന പേരാണ് ലാപ്സ് റേറ്റ്. അതായത് ഓരോ 1000 മീറ്റർ മുകളിലോട്ട് പോകുമ്പോഴും 6.4 to 6.5 ഡിഗ്രി ഫോളാണ് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ ഡിഫറെൻറ്റ് ബയോംസിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറാണ് അല്ലേ. 0 മുതൽ <0 മുതൽ more than 50 വരെ റേഞ്ചിൽ ടെമ്പറേച്ചറുണ്ട്. നമ്മളിപ്പോൾ 0 ഡിഗ്രി താഴെ മൈനസിൽ പോയാലും അവിടെ ചില ബാക്ടീരിയയ്ക്ക് ജീവിക്കാൻ കഴിയും. അതേപോലെ തന്നെ 50 ഡിഗ്രിക്ക് മുകളിലും ബാക്ടീരിയ ലിവ് ചെയ്യുന്നുണ്ട്. അതായത് എസ്പെഷ്യലി തെർമോ അസിഡോഫിലിക് ബാക്ടീരിയയൊക്കെ 100 ഡിഗ്രി സെൽഷ്യസിൽ വരെ ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റ് ചില ഓർഗാനിസംസും, ഡെസേർട്ട് ഓർഗാനിസംസും +50 ജീവിക്കാൻ അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അവരുടെ അഡാപ്റ്റേഷനാണ് അവരെ അവിടെ ജീവിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ടെമ്പറേച്ചർ വർദ്ധിച്ചാൽ അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടായാലുള്ള പ്രശ്നങ്ങൾ എന്താണ്? നമ്മൾ അതിൻ്റെ എൻസൈം കൈനറ്റിക്സിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്.
അതുവഴി നമ്മുടെ മെറ്റാബോളിക് റിയാക്ഷൻസിനെയും നമ്മുടെ ഫിസിയോളജിയെയും അത് അഫക്റ്റ് ചെയ്യും. പ്രവർത്തനങ്ങളെല്ലാം താറുമാറാകും. കാരണം നമ്മുടെ ടെമ്പറേച്ചറിന് ഒരു ഓപ്റ്റിമം ലെവലുണ്ട്. അതിന് മുകളിലേക്ക് ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ ഈ എൻസൈംസ് ഡീനേച്ചർഡ് ആവും. അതായത് എൻസൈംസ് പ്രോട്ടീൻസ് ആണ് അല്ലേ, അതെല്ലാം ഡീനേച്ചർ ആയിരിക്കും. ഡീനേച്ചർ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആ ഒരു കെമിക്കൽ നേച്ചർ തന്നെ മാറും. നമ്മൾ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് അപ്പോൾ അത് സോളിഡിഫൈ ചെയ്ത് പോകില്ലേ, അതാണ് ഡീനേച്ചറിങ് എന്ന് പറയുന്നത്. അതേപോലെ തണുത്താലും അത് ഫ്രീസായിട്ട് പോവുകയാണ്, അപ്പോൾ ഇനാക്റ്റീവായിട്ട് പോകും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ അത്യാവശ്യമാണ്. അപ്പോൾ ഇതനുസരിച്ച് ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷന് വ്യത്യാസപ്പെട്ടിരിക്കും. ചില ഓർഗാനിസത്തിന് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി നമ്മുടെ വാം ബ്ലഡഡ് ആനിമൽസ്, മാമൽസ് ഒക്കെ. കാരണം അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് യൂറിതെർമൽ ഓർഗാനിസംസ്. അതേസമയം ചില ഓർഗാനിസംസ്, എസ്പെഷ്യലി ദ കോൾഡ് ബ്ലഡഡ് ഓർഗാനിസംസ് ലൈക്ക് പോയിക്കിലോതെർമ്സ് എന്ന് പറയും, അവരുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ. നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് കാരണം ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ വർദ്ധിക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സ്പീഷീസ് ഷിഫ്റ്റ് തന്നെ സംഭവിക്കും. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വസ്തുത, വാം ബ്ലഡഡ് ആനിമൽസിനെ നമ്മൾ എൻഡോതേം എന്ന് വിളിക്കും, അതേസമയം കോൾഡ് ബ്ലഡഡ് ആനിമൽസിനെ എക്ടോതേംസ് എന്നും വിളിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അബയോട്ടിക് ഫാക്ടറാണ് വാട്ടർ. നമുക്ക് എല്ലാവർക്കും വെള്ളം ആവശ്യമാണ് അല്ലേ? എവറി ലിവിങ് ഓർഗാനിസം വെള്ളമില്ലാതെ പറ്റില്ല. നമ്മുടെ ശരീരത്തിൻ്റെ 70% വെള്ളമാണെന്ന് നമുക്കറിയാം. അത് നമ്മൾ വെള്ളം വെറുതെ നിറച്ചു വെച്ചിരിക്കുകയല്ല, നമ്മുടെ ബ്ലഡിലെ പ്ലാസ്മ വെള്ളമാണ്, നമ്മുടെ സെല്ലിലെ സൈറ്റോപ്ലാസം വെള്ളമാണ്. അങ്ങനെ വെള്ളം നമ്മുടെ ശരീരത്തിൽ വേണം ഏതൊരു ജീവജാലത്തിനും. അപ്പോൾ പൊതുവേ നമുക്കുള്ള ധാരണ എന്താണ്? ഈ ഡെസേർട്ടിലൊക്കെ ജീവിക്കുന്ന ആനിമൽസ് പാവം, അവർക്ക് വെള്ളമില്ലാതെ അവർ കഷ്ടപ്പെടുന്നു. അതേസമയം വെള്ളത്തിൽ ജീവിക്കുന്ന അക്വാട്ടിക് ഓർഗാനിസത്തിന് അവർക്ക് വെള്ളം ധാരാളം ഉണ്ട്, അവർക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, ഇത് ശരിയാണ്, അവൈലബിലിറ്റി വെച്ച് നോക്കിയാൽ ശരിയാണ്. പക്ഷേ അക്വാട്ടിക് ഓർഗാനിസത്തിന് യാതൊരു പ്രോബ്ലം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം അവർ ജീവിക്കുന്ന ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ ഒഴുക്കിക്കളയുന്ന പൊല്യൂഷൻ കാരണം അതിൻ്റെ കെമിക്കൽ കമ്പോസിഷനിൽ ഒരു ചേഞ്ച് വന്നാൽ, അല്ലെങ്കിൽ അതിൻ്റെ pHൽ ഒരു ചേഞ്ച് വന്നാൽ, അതിൻ്റെ സലൈനിറ്റിയിൽ ഒരു ചേഞ്ച് വന്നാൽ ഒക്കെ അതിൻ്റെ ജീവിതത്തെ ബാധിക്കും. അപ്പോൾ സലൈനിറ്റി അഥവാ ഉപ്പുരസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം അത് നമ്മുടെ ഓസ്മോസിസിനെ മാറ്റിയിട്ടാണ്. നമുക്കറിയാം ഈ കടലിലൊക്കെ പെട്ടുപോകുന്ന ആൾക്കാർ കിഡ്നിക്ക് ഫെയിലിയർ വന്നിട്ടാണ് മരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ഉപ്പ് അരിച്ച് അവരുടെ നമ്മുടെ ഓസ്മോ റെഗുലേഷൻ നടത്തുന്നത് കിഡ്നിയാണ്, അതിന് തകരാറിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇൻലാൻഡ് വാട്ടർ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറാണ് അല്ലേ? നമ്മുടെ കായലായാലും പുഴകളായാലും അവിടെയൊക്കെ 5 parts per thousand എന്നുള്ള യൂണിറ്റിലാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. 5 parts per thousand അതിനേക്കാളും താഴെ ഉള്ളൂ അതിൻ്റെ സലൈനിറ്റി എന്ന് പറയുന്നത്. വളരെ ചെറിയ, നമ്മൾ അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്, ഹൈപ്പോട്ടോണിക് എന്ന് പറയാം. കടലിലേക്ക് പോയാലോ 30 to 35 parts per thousand ആണ്, അത് ഇത്തിരി കൂടിയ ലെവലാണ്. പക്ഷേ മറീൻ ഓർഗാനിസംസ് അതിന് അഡാപ്റ്റഡ് ആയിട്ട് ജീവിക്കുന്നു. അതേസമയം ഹൈപ്പർസലൈൻ ലഗൂൺസിൽ പോയി കഴിഞ്ഞാൽ മോർ ദാൻ 100 ആണ്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് അഡാപ്റ്റേഷനുള്ള ഓർഗാനിസത്തിന് മാത്രമേ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് 2 തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്, സീനോഹാലൈൻ ആൻഡ് യൂറിഹാലൈൻ. അപ്പോൾ നാരോ റേഞ്ച് ഓഫ് സലൈനിറ്റി മാത്രം ജീവിക്കാൻ കഴിയുന്നവരെ സ്റ്റീനോഹാലൈൻ എന്നും, വൈഡ് റേഞ്ചിൽ ജീവിക്കാൻ കഴിയുന്നവരെ നമ്മൾ യൂറിഹാലൈൻ എന്നും പറയുന്നു. ഇനി നമുക്കറിയാം ഫ്രഷ് വാട്ടറിലുള്ള ഫിഷിനെ എടുത്ത് കടലിൽ കൊണ്ടിട്ടാലും കടലിലെ ഫിഷിനെ എടുത്ത് ഫ്രഷ് വാട്ടറിൽ ഇട്ടാലും രണ്ടും ചത്തുപോകും. എന്താ കാരണം? ഓസ്മോസിസിൻ്റെ പ്രശ്നം തന്നെയാണ്. കടലിലെ ഫിഷിനെ എടുത്ത് നമ്മൾ ഫ്രഷ് വാട്ടറിൽ ഇട്ടാൽ അതൊരു ഹൈപ്പോട്ടോണിക് എൻവയൺമെൻറ്റിൽ ആകുന്നത് കൊണ്ട് വെള്ളം അതിനകത്തേക്ക് വരും, അതായത് എൻഡോസ്മോസിസ് സംഭവിക്കും, അത് ചാവും. അതേപോലെ തന്നെയാണ് ഫ്രഷ് വാട്ടറിലുള്ളൊരു ഫിഷിനെ നമ്മൾ കൊണ്ട് കടലിലിട്ടാലും അതിൽ എക്സോസ്മോസിസ്, ശരീരത്തിൽ നിന്ന് വെള്ളം പുറത്തു പോയിട്ട് അത് അങ്ങനെ ചാവും. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു പരിതസ്ഥിതി ജീവിക്കാനുള്ള അഡാപ്റ്റേഷനാണ് ഉള്ളത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എബയോട്ടിക് ഫാക്ടറാണ് ലൈറ്റ്. ലൈറ്റ് നമുക്കറിയാം ഇത് സോഴ്സ് ഓഫ് എനർജിയാണ് അല്ലേ? സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ഈ ലോകത്തെമ്പാടുമുള്ള ജീവജാലങ്ങൾക്ക് എനർജി സോഴ്സായിട്ട് മാറുന്നത്. അത് പ്ലാന്റ്സ് ആദ്യം അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് കെമിക്കൽ എനർജി ആയിട്ട് മാറ്റും, പിന്നീട് ആനിമൽസ് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി എവിടെ നിന്ന് തന്നെയാണ്? ലൈറ്റിൽ നിന്ന് തന്നെയാണ് ഈ എനർജി വരുന്നത്. ഇത് കൂടാതെ ഫോട്ടോ പീരിയോഡിസം എന്നൊരു പ്രതിഭാസം നമുക്കറിയാം, അതായത് എക്സ്പോഷർ ഓഫ് ദ സൺലൈറ്റ് ഓർ ദ ലൈറ്റ് ടു ദ ഓർഗാനിസംസ്. അതനുസരിച്ച് ലോങ് ഡേയും ഷോർട്ട് ഡേ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്ലാന്റ്സിൽ ഫ്ലവറിങ്ങിനും ഗ്രോത്തിനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് ലോങ് ഡേ, അതായത് സമ്മറിൽ ഡേയ്സ് ആർ ലോങ്ങർ, മീൻസ് സൺ എക്സ്പോഷർ ഈസ് ലൈറ്റ് എക്സ്പോഷർ ഈസ് ലോങ്ങർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറയും. അതേസമയം മറ്റ് ചിലത് വിൻ്ററിൽ കുറച്ച് സമയം ഡേ ഉള്ളപ്പോൾ മാത്രമാണ് അത് പൂക്കുന്നത്, അപ്പോൾ അതിനെ നമ്മൾ ഷോർട്ട് ഡേ എന്ന് പറയും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ വർഷാവർഷം എല്ലാ വർഷത്തിലും ത്രൂ ഔട്ട് പൂക്കുന്ന ഫ്ലവേഴ്സ് കൊണ്ട് അതിനെ പറയുന്ന പേരാണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്.
അപ്പോൾ നമുക്ക് പ്ലാന്റിനെ മാത്രമേ നമ്മൾ ഫോട്ടോ പീരിയോഡിസം പഠിച്ചിട്ടുള്ളൂ, പക്ഷേ ആനിമൽസ് ഇത് കാണിക്കുന്നുണ്ട്. കാരണം ഈ ഡേ ലെങ്ത്തും അല്ലെങ്കിൽ സീസണൽ വേരിയേഷൻസ് ഇൻ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഒക്കെ വെച്ചിട്ടാണ് ആനിമൽസും അവരുടെ ഫോറേജിങ്, അതായത് അവർ ഇര തേടുന്നത്, അവരുടെ മൈഗ്രേറ്ററി ആക്ടിവിറ്റി, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, അവരുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ, അതെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡിയർ, ഷീപ്പ്, ഗോട്ട് ഉള്ള ആനിമൽസ് എല്ലാം ഷോർട്ട് ഡേ ആണ്. അവർ ഷോർട്ട് ഡേ ആകുമ്പോഴാണ് ബ്രീഡ് ചെയ്യുന്നത്, ഹീറ്റ് പീരീഡിലേക്ക് എത്തുന്നത്, അവരുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് എബിലിറ്റി വരുന്നത്. അതേസമയം ടർക്കി പോലുള്ള ബേർഡ്സ് ലോങ് ഡേ ആകുമ്പോഴാണ് അവർ ബ്രീഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. റാബിറ്റ് പോലുള്ള ആനിമൽസ് ഡേ ന്യൂട്രലാണ്, ഏത് സമയത്താണെങ്കിലും അവർ ബ്രീഡിങ് എഫിഷ്യൻസി ഉള്ളവരാണ്. അതേപോലെ തന്നെയാണ് ബേർഡ്സിൻ്റെ മൈഗ്രേഷനും. ഈ ബേർഡ്സ് ഡേ ലെങ്ത് നോക്കിയിട്ടാണ് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതും അവിടെ നിന്ന് തിരിച്ചു വരുന്നതും. പിന്നെ കോഡ് കളർ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇതെല്ലാം റിതമിക് ആക്ടിവിറ്റീസ് ഓഫ് ലൈഫ്. ഈവൻ നമ്മുടെ ബോഡിയിലും ഒരു റിതം ഉണ്ടല്ലേ, ബയോളജിക്കൽ ക്ലോക്ക്. നമുക്കറിയാം പലരും രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമുക്ക് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഉറക്കം തന്നെ ആ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. ഒരിക്കലും അതിന് ഇടവരുത്തരുത്. നമ്മൾ കഴിയുന്നതും ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ ഉറങ്ങാനും നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്. പിന്നെ കറക്റ്റ് പകൽ എണീറ്റ് കൃത്യമായ ജോലികൾ ചെയ്യാനും. ഇപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ 1-2 ദിവസം നിങ്ങൾ ഒന്ന് ഉറക്കമുളച്ചെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞ് ഫുൾ ഉറങ്ങാതിരിക്കുന്നത് ശരിയല്ല. ചില കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട്. പക്ഷേ കഴിയുന്നതും നമ്മുടെ ബോഡിയിൽ ആ ബയോളജിക്കൽ ക്ലോക്കിൽ നമ്മുടെ ബോഡിയുടെ ഋതത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അക്വാട്ടിക് സോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് ഒരു അക്വാട്ടിക് റീജിയനിൽ പല സോൺസ് ഉണ്ട്. ലിറ്ററൽ സോൺ എന്ന് പറയുന്നത് ഈ ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യുന്ന ആ ഷാഡോ ഏരിയയാണ്. അതിൻ്റെ ആ ഡെപ്തിൽ വരെ ലൈറ്റ് എത്തും, അതായത് താഴെ വരെ ലൈറ്റ് എത്തുന്നതുകൊണ്ട് തന്നെ റൂട്ടഡ് പ്ലാന്റ്സും അല്ലെങ്കിൽ മറ്റ് ആനിമൽസും പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഒക്കെ ബോട്ടം വരെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇവിടെ കാണുന്ന നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള വാട്ടർ സർഫസിനെ പറയുന്ന പേരാണ് ലിംനറ്റിക് സോൺ. അതിൽ വാട്ടർ എത്രത്തോളം പെനിട്രേറ്റ് ചെയ്യുന്നോ അതുവരെയാണ് ലിംനറ്റിക് സോൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഡാർക്ക് റീജിയനാണ് പ്രൊഫണ്ടൽ സോൺ. അപ്പോൾ ആ പ്രൊഫണ്ടൽ സോണിൽ നമുക്ക് പ്ലാന്റ്സിനൊന്നും കാണാൻ പറ്റില്ല, കാരണം അവിടെ ലൈറ്റ് ഇല്ല. പകരം എന്ത് പറ്റും, പ്രൊഡ്യൂസേഴ്സ് ഇല്ലെങ്കിലും ചില കൺസ്യൂമേഴ്സ് അവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ബെന്തിക് സോണാണ് ഏറ്റവും ബോട്ടം. ബെന്തിക് സോണിൽ വരുമ്പോൾ അവിടെ ലൈറ്റ് ഇല്ല, ചില കൺസ്യൂമേഴ്സ്, അതായത് വളരെ അഡാപ്റ്റഡ് ആയിട്ടുള്ള ആനിമൽസ് മാത്രമാണ് നമ്മൾ ബെന്തിക് സോണിൽ കാണുന്നത്. അടുത്തതായി നമുക്ക് കാണേണ്ട എബയോട്ടിക് ഫാക്ടർ എന്ന് പറയുന്നത് സോയിലാണ്. സോയിൽ പ്ലാന്റ്സിൻ്റെ ഒരു ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. കാരണം പ്ലാന്റിന് വേണ്ട ന്യൂട്രിയൻസും വിറ്റമിൻസും മിനറൽസും വാട്ടറും എല്ലാം സോയിലിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ സോയിലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സോയിലിൻ്റെ കോമ്പോസിഷനും അതിൻ്റെ ഗ്രെയിൻ സൈസും അഗ്രിഗേഷനൊക്കെ അതിൻ്റെ പെർക്കുലേഷനെ ഡിറ്റർമിൻ ചെയ്യും. അതായത് വാട്ടർ എത്ര പെട്ടെന്ന് അതിൽ കൂടി കടന്നു പോകുന്നു. നമുക്കറിയാം റൈസ് പോലുള്ള പ്ലാന്റ്സിന് വാട്ടർ ഹോൾഡിംഗ് ആയിട്ടുള്ള കണ്ടീഷനാണ് വേണ്ടത്. അപ്പോൾ അതിന് വളരെ തരിയായിട്ടുള്ള ക്ലേ സോയിൽ, ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ക്ലേ സോയിലാണ് നല്ലത്. അതിൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. അതേസമയം സാൻഡിൽ വരുമ്പോൾ ഗ്രെയിൻ സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ വാട്ടർ കുറച്ച് പെട്ടെന്ന് അങ്ങ് പോകും, പിടിച്ചു നിൽക്കില്ല. അപ്പോൾ ചില പ്ലാന്റ്സിന് അതാണ് കൂടുതൽ അഭികാമ്യം. അപ്പോൾ അതനുസരിച്ചാണ് പ്ലാന്റ് വളരുന്നത്. ഒപ്പം തന്നെ ആ സോയിലിൻ്റെ pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിനറൽ കോമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ടോപ്പോഗ്രഫിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെയൊക്കെ അനുസരിച്ചാണ് ഏത് തരം പ്ലാന്റ്സ് ആണ് അവിടെ വളരുന്നതെന്ന് തീരുമാനിക്കുന്നത്. ആ പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റിയാണ് അവിടെ വളരുന്ന ആനിമൽ ടൈപ്പിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ സോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ അക്വാട്ടിക് ലൈഫ് നോക്കിയാലും ആ ബെന്തിക് സോണിൽ വരുന്ന സോയിലിൻ്റെ സെഡിമെൻറ്റേഷൻ ടൈപ്പ് വെച്ചിട്ടാണ് ആ ബെന്തിക് സോണിലെ ആനിമൽസ് നമ്മൾ കണ്ടുവരുന്നത്. ഇത്രയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.